അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ടാവും. എപ്പോഴും ഹാപ്പിയായി അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ എല്ലാ സമയവും നമുക്ക് ഉണ്ടാകില്ല. വലിയ സന്തോഷമുണ്ടാകുന്ന ഘട്ടങ്ങളുണ്ടാകും, വലിയ ദുഃഖങ്ങളും സന്താപങ്ങളും പരീക്ഷണങ്ങളും നേരിടുന്ന സാഹചര്യങ്ങളും നമുക്കുണ്ടാകും. ഈ ഘട്ടങ്ങളെല്ലാം നല്ല രീതിയിൽ തരണം ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു വിജയം. ഘട്ടങ്ങളെ അവനെ നേരിടുന്ന എല്ലാ ഘട്ടങ്ങളും അവന് വന്നാലും അതിനെ നേരെ ചൊവ്വനെ നല്ല രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് പോകാത്ത രീതിയിൽ അതിനെ തരണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വലിയൊരു കാര്യം ക്ഷമ എന്നുള്ള ഒരു സംഭവമാണ്. 100% നമ്മൾ സത്യസന്ധരും നിരപരാധികളും വലിയ നന്മയുള്ളവരാണെങ്കിൽ പോലും നെഗറ്റീവായി നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യം വന്നേക്കാം. ഈ സാഹചര്യങ്ങളും നമ്മുടെ ഒരു പരീക്ഷണ ഘട്ടമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് നെഗറ്റീവുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടമാണ്. ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് കിട്ടിയാൽ അത് പെട്ടെന്ന് സ്പ്രെഡാവുകയും നല്ലതെന്തെങ്കിലും കിട്ടിയാൽ അത് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ താല്പര്യം കാണിക്കാതിരിക്കും സാഹചര്യം ഈ കാലഘട്ടത്തിൽ വ്യാപകമായി കാണപ്പെടുന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവസാന കാലഘട്ടം വരുമ്പോൾ ഒരു വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ തീക്കനൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ പ്രയാസം ഉണ്ടാകുന്ന അതുപോലെയുള്ള ദുരന്തപൂർണമായ സാഹചര്യങ്ങൾ നമ്മൾ നല്ലവരാണെന്ന് കരുതുന്നവർ പോലും അവരുടെ യഥാർത്ഥ മുഖങ്ങൾ പ്രത്യക്ഷത്തിൽ വരുന്ന വലിയ ഭീകരമായ സാഹചര്യങ്ങൾ പോലും ഒരു വിശ്വാസിക്ക് തരണം ചെയ്യേണ്ടി വരും. ഇതെല്ലാം തരണം ചെയ്ത് നമ്മുടെ യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ്. സത്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ വരുന്നവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നേരിട്ട് മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹവും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവർ ഒരാളെ സംബന്ധിച്ച് പറയുന്നത് മാത്രം കേട്ട് അത് അവലംബിച്ച് മറ്റൊരാളെ വിലയിരുത്തുക എന്നുള്ളത് ഏറ്റവും ദുരന്തമായ ഒരു ജീവിതമാണ്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കി നന്മയോട് ജീവിച്ച് വിശ്വാസം മുറുകെ പിടിച്ച് നല്ലവരായി ജീവിക്കുവാനും നന്മയോടുകൂടി മരണപ്പെടുവാനും നമുക്ക് സാധിക്കണം. അതിന് ജഗന്നിയന്താവായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.